ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ബാസിൽ നമ്മളപ്പം പരിപാടിക്ക് വന്നിട്ട് കുറേ ദിവസമായി. അപ്പോൾ നമ്മൾ വലിച്ചു പിടിച്ച് കൊണ്ടുപോകണം ഇന്നത്തെ പരിപാടി. അതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത. വലിച്ചു പിടിച്ച് പെരിന്തൽമണ്ണുള്ള പരിപാടിക്ക് വ്ളോഗ് മെഷീനോ ബാസിൽ വ്ളോഗിന്റെ സ്റ്റിക്കൊക്കെ വാങ്ങിട്ടാ. ക്യാമറമാൻ എടുത്തരില്ല, ഓള് ഇനി എടുത്തരൂല, കൈ വരുത്ത കടറ് അത്രയും നേരമാണ് ഓള് നേരം പിടുത്തം വിട്ട് കാണും. അപ്പൊ ബാസിൽ എന്ത് ചെയ്തു, അതിൽ നിന്നൊരു പരിഹാരം മോചനം നേടാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു, ഒരു വ്ളോഗിന്റെ ഒരു കുന്തം വാങ്ങി. വ്ളോഗ് അയിമ ഫോൺ വെച്ചിട്ടാണ് ഇനി എടുക്കാൻ പോണത്. അതിനോട് ജിംഷാവും പറഞ്ഞിനി കുറെ നേരം എടുത്തു. ജിംഷാ 55 മിനിറ്റിന്റെ വ്ളോഗൊക്കെ നിന്നെടുത്തു. പ്രശ്നം ജിംഷാന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ പറ്റിയാണെങ്കിൽ ഒരു സ്റ്റിക്കർ സാധനം 300 ഉള്ളൂ, അയച്ചൊന്ന് വാങ്ങിക്കൊണ്ടാ എനിക്ക് സുഖമായിട്ട് എടുക്കാൻ. അതിലെ വാങ്ങിക്കൊടുത്തിന് ജിംഷാന്. അപ്പം ആ സാധനത്തിലാണ് ഇപ്പൊ നമ്മള് വ്ളോഗ് എടുക്കല്. അത് പെരിയ വെച്ചിരിക്കണേ. അപ്പൊ അത് വെച്ചിട്ടാണ് ബാസിലിന്റെ ഈ ഒരു വ്ളോഗ്. അപ്പൊ ഇതിന് ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി കോട്ടക്കൽ ഹ്യൂസ് ക്ലോത്തിങ്ങിന്റെ ഇനോഗ്രേഷൻ ആണ് കേട്ടോ. അപ്പം അതിന്റെ ഉദ്ഘാടന പരിപാടിക്കാണ് നമ്മൾ പോണത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ കാണാം. കോട്ടക്കൽ നമ്മൾ ഈ ആഴ്ച തന്നെ പോയിട്ടുള്ളൂ. വീണ്ടും കോട്ടക്കൽ തന്നെയാണ്. കോട്ടക്കൽ ഇല്ലല്ലോ തന്നെ നമ്മളെ കൊണ്ട് ഗതിയിട്ടാണ് ഇപ്പൊ. ഇപ്പം പിന്നെയും വരാണല്ലോ പറഞ്ഞാണ്ട്. അപ്പൊ കോട്ടക്കൽ പോകട്ടെ നമ്മള്. അപ്പൊ നമ്മളെ കൂടെ നിഹാൽക്കുണ്ട്, ഈച്ചുണ്ട്. ഹായ് ഗൈസ്, എന്താ പറയാനേ? കിൻഡർ ജോയ് തിന്നണ്ടല്ലോ ഈച്ചോ. മൂന്നെണ്ണം വാങ്ങിട്ട് എത്ര 150 വില കൂടിയോ? നമ്മളൊക്കെ ചെറുപ്പത്തിന് 35 അല്ലേ? ഇപ്പൊ കാർട്ടൂണൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളില്. കാർട്ടൂൺ സാധനങ്ങളൊക്കെ കുടുംബം നോക്കേണ്ട പ്രായത്തില് നല്ല കിൻഡർ ജോയിന്റെ ട്രോഫികൾ തപ്പിയാണ്ട് നടക്കുക. ഏതാ കിട്ടി ചോദിച്ചു ഇങ്ങനെ നടക്കുന്നുണ്ട്. ബെഞ്ചിന്റെ ഞാൻ നിന്നോട് ചോദിച്ചു ഏതാ കിട്ടിയ ബ്രോ? ഞാൻ പറഞ്ഞു എന്ത് ബ്രോ? ടോയ്. എന്ത് ടോയ്? അപ്പൊ ഇവലൊക്കെ വാങ്ങിക്കണം. അപ്പൊ ബെഞ്ചിന് അപ്പൊ ഞാനും വാങ്ങിക്കണെന്ന്. അപ്പൊ നല്ല സമ്മാനം കിട്ടണ മാറ്റാൻ ഡിനോസറിന്റെ ഒക്കെ കിട്ടാണെന്നുണ്ടെങ്കിൽ ഓന്റെ പുലിനെ മാറ്റി ഡിനോസർ ആക്കാൻ വേണ്ടി എന്റെ അടുത്തേക്ക് വന്നേക്കാം. പോത്ത് പോലെ വളർന്നിക്കണോനൊക്കെ. പെണ്ണിട്ടം പ്രായമായ ചെക്കന്മാരൊക്കെ ഇതാണ് പരിപാടി, ഗെയിം കളിച്ചിരിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ വ്ളോഗ് എടുക്കണത്. ഇപ്പൊ എനിക്ക് എങ്ങനെ വ്ളോഗ് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ഒരു കുന്താണ്, വ്ളോഗ് സ്റ്റാൻഡ് ഉണ്ട് നമ്മളതിൽ. അപ്പം മായാവിക്കും ലുട്ടാപ്പിക്കൊക്കെ പോയപ്പോൾ നമുക്കൊരു കുന്തുണ്ട്. അപ്പോൾ ഈ കുന്തം വെച്ചിട്ടാണ് ഇനി മുതൽ നമ്മൾ വ്ളോഗ് എടുക്കാൻ പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ വരപ്പം പരിപാടിക്ക് പോയിട്ട് കുറേ കാലമൊക്കെയുണ്ടോ, കുറേ സുഖമില്ലാതെയായി. പിന്നെ ഓരും തന്നെ നവംബറിൽ തുടങ്ങി ഓട്ടാണ് പാവങ്ങൾ. അതായത് ഇടുക്കല്ല. ഇന്നലെ ഒരു വീഡിയോ ഇട്ടല്ലോ ഷാനു സ്റ്റോറി ഇട്ട്, ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടില്ലേ അനം ബെഡ് കിടക്കണേ. അപ്പോൾ എന്താ വെച്ചാൽ കണ്ടിന്യൂസ് പരിപാടി അല്ലേ, നവംബറിൽ തുടങ്ങിയ കണ്ടിന്യൂസ് പരിപാടിക്ക് ഒരു അറുതിയില്ല. അപ്പം 3 ദിവസം അടുപ്പിച്ച് എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഇന്നിപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വന്നാൽ നാളെ എങ്ങോട്ടെങ്കിലും പോകും പരിപാടിക്ക്. ഇപ്പൊ ഇന്നലെ റെസ്റ്റ് എടുക്കാൻ വന്നാണ്. അത് നേരെ ഇന്നലെ പെരയിൽ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, ആശുപത്രിയിലാണ് റെസ്റ്റ് എടുക്കാൻ പറ്റിയത്. നേരെ പെരയെ വന്ന ഇരുന്നപ്പോ ആകെ പനിച്ചിക്കണം. അപ്പൊ ഒരു മരുന്നിട്ട് ട്രിപ്പ് ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ റെസ്റ്റ് എടുത്തത്. റെസ്റ്റ് കഴിഞ്ഞിപ്പോ ജസ്റ്റ് ആ മരുന്ന് കയറ്റി അതിന്റെ ഒരു ഊർജ്ജത്തിൽ ഇന്ന് വണ്ടി ഓട്ടി പിന്നെയും പോവാണ്. ഇന്ന് അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ നമ്മൾ പോവാ ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള രാജറാണി എടുക്കാൻ പോകും. നേരെ രാജറാണി എടുത്ത് ഒറ്റ പോക്ക് നാളെ തിരുവനന്തപുരത്തേക്ക്. മറ്റന്നാൾ തിരിച്ചു വന്ന ഉടനെ അപ്പൊ തന്നെ 11 മണിക്ക് മധുരം വേണ്ട 11 മണിക്ക് തിരിച്ചെത്തിയ ഉടനെ നേരെ പോവെന്താ തിരൂർക്ക്. അത് കഴിഞ്ഞ് 27-ാം തീയതി ഒരു ഒഴിവുണ്ട്. പക്ഷെ അന്ന് ഒഴിവില്ല, അന്ന് ബാസിൽ അന്ന് എനിക്കൊരു ഒഴിവ് കിട്ടില്ല. അപ്പൊ എന്റെ ആറ്റിലായ ഫ്രണ്ട് ബാസിൽ എന്ത് ചെയ്തു, അന്നും മനുഷ്യനെന്ന് മനസ്സറിഞ്ഞ് നോമ്പ് മണിയൊക്കെ എടുക്കാൻ റൂമൊക്കെ ഒന്ന് ഫ്രീ ആക്കാന്ന് വിചാരിച്ചൊരു ദിവസം 27. അപ്പൊ അന്നും ബാസിൽ എന്ത് ചെയ്തു, ഓൻ പഠിച്ച് എന്ത് കോളേജ് ചെയർമാനായ കോളേജിന്റെ പരിപാടി ഓനും കൊടുക്കുന്നു. അപ്പൊ എന്തായി, അതും ഫില്ലായി. 28-ാം തീയതി ഡോൺ ബോസ്കോ കോളേജ്, 1-ാം തീയതി ഇൻഷാ അല്ലാഹ് 1, 2 പരസ്യ വ്ളോഗില് കാണാം. അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കണ്ട് ഹനാന്റെ വ്ളോഗ് കാണാനല്ല. സത്യം പറഞ്ഞപ്പോ ഓൻ പറഞ്ഞാണ് അവസ്ഥ. അതായത് ഓന് തീരെ സമയം കിട്ടില്ല കേട്ടോ. പക്ഷെ തിരിച്ചു വരും അല്ലേ, വമ്പൻ ടിസ്റ്റുകളുമായിട്ട്. അതെ നിങ്ങൾ ഈ കാത്തിരിക്കണേ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. അത്രയും കിട്ടിയ സാധനങ്ങളായിട്ട് ഹനാനോന്റെ വ്ളോഗുകളായിട്ട് വരും. 28-ാം തീയതി വരെ പ്രോഗ്രാം. അപ്പോൾ കഴിഞ്ഞാൽ പിന്നെ നോമ്പായതുകൊണ്ട് കുറച്ചൊരു കുറവുണ്ട്. അപ്പോൾ ആ കിട്ടുന്ന സമയത്ത് എന്താക്കും ഒക്കെ പഴയമാതിരി സെറ്റാക്കി കൊണ്ടിട്ടോ. അപ്പോൾ നഷ്ടം ഉണ്ടാവില്ല നിങ്ങൾക്ക്. നോമ്പിന് നിങ്ങൾക്ക് പിന്നെ ഒരു എന്താ പറയുക
കഴിഞ്ഞ വർഷത്തൊക്കെ പോലെ തന്നെ നല്ല അതിനേക്കാളും ഒരുപാട് ഹലാലായ entertainment. അതെ ഹലാൽ എന്റർടൈൻമെന്റ്സ്. നോമ്പിന് ഹറാമിലെ പണികൾക്കൊന്നും നമ്മൾ നിൽക്കില്ല. ഹലാലായ entertainmentകളിൽ നമ്മള് പൂർവാധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച ആൾക്കാരെ ചിരിപ്പിക്കാം. അതെ, അപ്പോൾ അങ്ങനത്തെ അടിപൊളി സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ നമ്മൾ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കണേ. അപ്പം ഇനി പരിപാടീൻ്റെ അവിടുത്തെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ എത്തിയിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം ഇങ്ങനെ ഓരോ ഓട്ടത്തിലാണ്. അപ്പോൾ എല്ലാവരും ഒന്നുമില്ല, ഞങ്ങൾ ഇപ്പോൾ ഈ പരിപാടിക്ക് തന്നെ ഞങ്ങൾ 4 ആളുള്ളൂ. ഒരു ഇനി പറഞ്ഞ മാതിരി തിരുവനന്തപുരം പോവും, തിരൂർ പോവും, ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. കണ്ടിന്യൂസ് ഓട്ടമാണ്, ഓട്ടങ്ങളോട് ഓട്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അവൻ്റെ വ്ളോഗിൽ നല്ല വ്ളോഗുകളായിട്ട് നമ്മളെല്ലാവരും വരും. കുക്കിംഗ് വ്ളോഗില്ലേ ഈ നോമ്പിന്? അത് ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. 15 തരം കണ്ണൂർ കടികളാണ്. അതായത് കണ്ണൂരുകാര് കാണാത്ത കണ്ണൂർ കടികൾ. അപ്പോൾ ചെക്ക് ചെയ്ത് കണ്ണൂരില്ലല്ലോ ഇത്. അതുപോലെ കാസർഗോഡ് ഇതുവരെ അറിയാത്ത കാസർഗോഡ്, തലശ്ശേരിക്കാരെ അറിയാത്ത തലശ്ശേരി ബിരിയാണി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ കിടിലൻ ഫുഡ് ഐറ്റംസുമായിട്ട് നമ്മൾ വരും, വ്ളോഗിൽ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. നിങ്ങളെ വീട്ടിലെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾക്ക് തന്നെ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം അതെ, പിന്നെ ഞാൻ ഈ ഉണ്ടാക്കണ അമ്മമാർക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. നോമ്പാണ്, അപ്പോൾ പൈച്ചടങ്ങാറ് കണ്ടേക്കാരം എന്ത് ചെയ്യുക, നോമ്പ് തുറക്കുക. നിങ്ങൾ എന്തുണ്ടാക്കി കൊടുത്താലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറ്റം പറയലൊക്കെ കുറേ കാരം എല്ലാം കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി തരുന്ന സാധനങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അതിലൊരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ ട്രൈ ആക്കണം. നമ്മുടെ പേരിലെ സാധനം വീണ്ടും കുക്കുംബർ ബാസിൽ ഐസ് ഇടിയോ? ആ ഒരു സുഖം കിട്ടൂല. പൈനാപ്പിൾ ഉണ്ടോ? പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടോ വിത്തൗട്ട് ഷുഗർ തരുമോ? ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ അപ്പം ഇന്നിങ്ങനെ ഇരുന്നത് ചിന്തിക്കരുത് ജീവിതത്തിനെ കുറിച്ച്. ചിന്തിക്കലുണ്ട് അങ്ങനെ? ഞാൻ അധികം ചിന്തിക്കലില്ല. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ പടച്ചോനെ തയ്ച്ചു വെച്ചൊരു പുസ്തകമാണ് ജീവിതം. അതാ വൈക്ക് അങ്ങനെ പോകും. അതായത് പടച്ചോനെ എഴുതി വെച്ചൊരു ബുക്കാണ് ജീവിതം. ആ ബുക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില പേജുകൾ കീറി കിടക്കാവും, ചില സ്ഥലത്ത് അക്ഷരങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് ഒട്ടിച്ച് ചിലത് ഒട്ടിക്കാൻ പറ്റും. ചിലപ്പോൾ കൂടുതൽ പണിയെടുത്താൽ എഴുതി വെക്കാത്ത പേജുകൾ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ എന്നാൽ ആ ബുക്ക് പൂർണ്ണമായി മാറ്റാനുള്ള ഒരു ഇത് നമ്മളടുത്ത് എന്തില്ല. പടച്ചോൻ അതിനുള്ളൊരു ഇത് നമുക്ക് തന്നിട്ടില്ല. ഇല്ല, അത് പടച്ചോൻ പറയുന്ന രീതിക്കാണ് പോകുക. അപ്പം നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ പടച്ചോനൊരു ഗതിയില്ലാക്കാത്ത രീതി, അതായത് പടച്ചോൻ്റെ പടപ്പുകൾക്കും പടച്ചോനും ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അതായത് ദീനീപരമായും അല്ലാണ്ടും ഓല ഗതിയെടുത്താത്ത രീതിയിൽ വള്ളടിച്ച് കള്ളുടിച്ച് പോവാതെ, ഇനി വള്ളടിച്ച് കള്ളുടിച്ച് നാട്ടിൽ കൂടെ നടക്കണവർക്കൊരു ഉപദ്രവം നമ്മളെ കൊണ്ട് ഉണ്ടാക്കാതെ നമുക്ക് എന്തും ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എല്ലാം ആസ്വദിക്കണം. നമ്മൾ ആസ്വദിക്കുന്നതിനെ കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ നമുക്ക് എത്ര ആസ്വദിക്കാം. അപ്പൊ നമ്മള് ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ കൂടുതലായിട്ട് ചിന്തിക്കാക്കണതല്ലേ? അതന്നെ. ഒരു കണക്കിന് നമ്മൾ ഇതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഒന്നും ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ശരിയാണ്. മെയിനായിട്ട് നമ്മൾ അവനെ ട്രൗസർ ഇടുക എന്നുള്ളതാണ് ഇതിൽ ചുരുക്കി പറഞ്ഞത്. നമുക്ക് പറയാലോ. പിന്നെന്താ ചെറിയൊരു ഇടുങ്ങിപ്പെട്ട് ഈ ഒരു ജീവിതത്തിൽ ചെറിയ സമയത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ആമക്ക് വരെ 200 കൊല്ലം. എത്ര കൊല്ലം ആമന്റെ ആയുസ്? ആമക്ക് 200 കൊല്ലം. എല്ലാ കുറെ ജന്തുക്ക് കുറെ കൊല്ലം പഠിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ഒരു ആയുർദൈർഘ്യം ഒരു 60-70 ആണ്. ഏത് പണ്ടിനൊക്കെ 1000 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നൂഹ് നബിക്കൊക്കെ 950 കൊല്ലം ഓൽക്കുണ്ടാവും പ്രബോധനം നടത്തിനായിരുന്നു. പിന്നെ അതിന്റെ പുറത്ത് ജനിച്ചതും ഇതൊക്കെ വേറെ ഉണ്ടല്ലോ. അപ്പൊ 1000 ചില്ല കൊല്ലം ഉണ്ടല്ലോ ഓൽക്കൊക്കെ. അങ്ങനെ ഇപ്പൊ ബ്രോസ്റ്റും ജ്യൂസും ചാത്തൻ ഭക്ഷണം അടിച്ചു കയറ്റല്ല. നല്ല ഭക്ഷണം ഓല അന്ന് കഴിച്ചോണ്ട് കുറെ കാലം മുന്നേറി. പിന്നെ പടച്ചോന്റെ സപ്പോർട്ട് ഓൽക്ക് ബാക്ക് കൂടെ ഉണ്ട്. നമുക്കിപ്പോ കുറച്ചോളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും പടച്ചോൻ ഒരേ ലെവലിൽ സപ്പോർട്ട്. നമ്മള് പ്രവാചകന്മാരെന്നല്ലോ. എല്ലാം പടച്ചോന്റെ പടപ്പുകളായോണ്ട് നിങ്ങളൊക്കെ എത്ര മതി? ഒരു 10 കൊല്ലം നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു 10 കൊല്ലം ടൈമിങ് തരാ, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതി. അവിടെ മമ്മൂട്ടി പറഞ്ഞ സാധനമാണ് എനിക്ക് ഓർമ്മ വരെ. ഞാൻ ഇപ്പോഴത്തെ മമ്മൂട്ടിന്റെ വീഡിയോ ഉണ്ട്. അതായത് മരുന്ന് പോലെ ആഹാരം കഴിച്ചാൽ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരില്ല. ആലോചിച്ച് നോക്കി, അർത്ഥം ആലോചിച്ച് നോക്കി. മരുന്ന് പോലെ ആഹാരം കഴിച്ചാൽ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരില്ല. അതായത് ഒരു മിതത്തിൽ കഴിക്കാം. എന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ ഓർഡർ ചെയ്തത്? ഒരു 5 ബർഗർ, പിന്നെ 2 തരം സ്റ്റീക്ക്, 300 ഗ്രാം ബിസ്ക്കറ്റ്, പിന്നെ എന്തോ സകല ഗുലാബ് ജ്യൂസ്, ഹേസൽനട്ട് ഷേക്ക്,
അനക്കത്ത പൈനാപ്പിൾ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ് ഞാൻ ഒരു കാപ്പി. അതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സംബന്ധിച്ചാൽ നമുക്കൊക്കെ കുറെ കോട്ടുകളും കാര്യങ്ങളൊക്കെ ഇതേമാതിരി ഓരോരുത്തർ പറഞ്ഞൊക്കെ നമുക്ക് അറിയാം. പക്ഷെ പറയാൻ നല്ല ത്രില്ലാണ്. പക്ഷെ നമ്മൾ എല്ലൊന്നും പ്രാവർത്തികമാക്കിക്കൊള്ളുന്നില്ല. അങ്ങനെയുണ്ട് ഇപ്പൊ ഇതില്. മമ്മൂട്ടിയെ പറഞ്ഞ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനവിടെ ഇരുന്നു പോയി അവിടെ. അതൊരു കേട്ടപ്പോ ഒരു സംഭവമാണ്. ജീവിതം കൊണ്ടും കൊണ്ട് നോക്കുകയാണെങ്കിലും മൂപ്പരെ കഴിവ് കൊണ്ട് നോക്കുകയാണെങ്കിലും അത് കവച്ചു വെക്കാൻ. ഇനി എന്തൊക്കെ ആരൊക്കെ മൂപ്പരെ പറ്റി പറഞ്ഞാലും ഐ ഹാവ് എ ബിഗ് റെസ്പെക്ട് ഫോർ മമ്മൂട്ടി. എനിക്കുണ്ട് ഭയങ്കര ഇഷ്ടം. ഈ പ്രായത്തിലും ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി നേടാനുള്ളതൊക്കെ നേടി. പൈസ പരമായിട്ട് മമ്മൂട്ടിക്ക് എത്ര ഉണ്ടാവും? കോടിക്കണക്കിന് ദശകോടിക്കണക്കിന് ആസ്തിയുള്ള മനുഷ്യനാവും മമ്മൂട്ടി. ഇപ്പോഴും മൂപ്പര് പൈസ നോക്കാതെ സിനിമയിൽ അഭിനയിക്കണുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ആ ഒരു ഇതിനോട് മൂപ്പർക്കുള്ള പാഷനാണ്. ദാറ്റ് കീപ്സ് us going. നമുക്കൊക്കെ ഒരു മാതൃകയാണ് അല്ലേ സത്യം പറഞ്ഞാൽ. ഏത് ഫീൽഡിലും ഒരാൾക്കും ആ തന്നെ നമ്മൾ 4 പരിപാടി ഇട്ടാൽ നിർത്തരുത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു സാധനമാണ് ഇപ്പൊ ചെയ്യണത്. ഈ ഒരു കൊല്ലത്തിൽ എനിക്ക് തന്നെ ഭയങ്കര റെസ്പെക്ട് ഇത് പിടിച്ചോ. കാരണം എന്താ വെച്ചാല് നവംബറിൽ തുടങ്ങിയ ഓട്ടാണ് നോൺ സ്റ്റോപ്പ്. അപ്പൊ എന്താ വെച്ചാല് വെറുതെ, അതായത് നമ്മളെ കയ്യിലുണ്ട് അതിനൊരു ജോലി കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പണിക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ അതിൽ നമ്മൾ 100 ഇടുക. ഞാൻ ഇക്കൊല്ലം ഒന്നും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കരുത്. എനിക്ക് എത്ര മാക്സിമം ലെവലിൽ കഷ്ടപ്പെടാൻ എനിക്ക് പറ്റും അത് ഞാൻ കഷ്ടപ്പെടാൻ പോവാണ് കൊല്ലം. ഫുൾ സപ്പോർട്ട്. ഐ എം പ്രൗഡ് ഓഫ് യു മൈ ഫ്രണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു ഇപ്പൊ നമ്മുടെ ജീവിതം പറഞ്ഞ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതേപോലെ കൊല്ലം അധ്വാനിക്കണ 2 ആൾക്കാരെ നമ്മളിവിടെ ക്യാമറ അങ്ങോട്ട് കാണിച്ചാൽ എന്താണ് കൊല്ലത്തങ്ങളെ ഗോൾസ്? പറഞ്ഞോ, എന്റെ ഗോൾ എന്താ? സംഭവം സ്റ്റാർട്ടപ്പ് ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യണം, അത് വേറൊരു ഉപകാരപ്പെടും. അതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. ഞാനും സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു, സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു ലെവലിലെത്തി. ഇൻഷാല്ലാ ഇനിയും ഹയർ ലെവലിൽ വർദ്ധിക്കും. കാരണം ഈ ചുൻ്റെ ഈ ഒരു കൊല്ലം കാശ്മീർ നോക്കുമ്പോൾ അവിടെ ഉണ്ടാവും, മണാലി നോക്കുമ്പോൾ അവിടെ ഉണ്ടാവും, ഇന്ന് ഇവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. എങ്ങനെ സാധിക്കുന്നു? അതെന്ന് വെച്ചാല് സംഭവം പ്രോഗ്രാമിന് അതില്ലെങ്കിൽ ഹനാനടുത്ത് നല്ല ഫിറ്റിംഗ് കിട്ടും. അപ്പോൾ ഓൻ പ്രോഗ്രാമിനെത്തും. ചിലപ്പോൾ കാശ്മീരിൽ നിന്നൊക്കെ വന്ന് ചത്ത് കിടക്കുകയാണെങ്കിലും പ്രോഗ്രാമിന് പോകണം പറഞ്ഞ പ്രോഗ്രാം അല്ലേ? കഴിഞ്ഞ മണാലി ട്രിപ്പിന് എങ്ങനെ പ്രോഗ്രാമിന് തന്നെ അറിയാം. അതായത് രണ്ടാമത്തെ ബാച്ചുകാർക്ക് അടിയായി. അതായത് ഫസ്റ്റത്തെ ബാച്ചിലപ്പോൾ ഞാൻ പോയി. രണ്ടാമത്തെ ബാച്ചുകാർ പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ എന്താട്ടി ഞാൻ ഡൽഹിയിൽ നിന്ന് മണാലി കൊല്ലം ബസ്സിന് പോയി. അന്ന് രാത്രി തന്നെ തിരിച്ച് 10 മണിക്ക് മണാലിയിൽ നിന്ന് ഡൽഹിക്ക് ബസ്, എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഫ്ലൈറ്റ് അത് തിരുവനന്തപുരത്തേക്ക്. അത് എപ്പോഴും എത്തണം അറിയാം, സുബൈക്ക് 4 മണിക്ക്. എന്നിട്ട് അവിടുന്ന് വന്ദേ ഭാരത് കോട്ടയത്തേക്ക്. അവിടുന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് ഞാൻ ബെൽ റൂമിൽ എത്തണം. ബെല്ലൊക്കെ പേര് ഉറക്കം ചെന്നപ്പോ ഡ്രസ് മാറ്റി ശൈലത്തിന്റെ പരിപാടിക്ക്. അതെ, അപ്പൊ നമ്മള് പ്ലാൻ ടു ഗോന്റെ ട്രിപ്പ് പോകണം എല്ലാരും. ഇതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. അതായത് ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് അവന് പ്ലാൻ ടു ഗോന്റെ ട്രിപ്പിന് ഓരോ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണോ ഇതാക്കണോ ഒക്കെ. പിന്നെ അതില് സന്തോഷിപ്പിക്കാൻ പറ്റിയതിൽ സന്തോഷം നമ്മളെ നബീസും. അപ്പൊ എല്ലാരും ഇനിയിപ്പോ വിവാദപരമായിട്ടാണെങ്കിലും നിങ്ങൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താ വെച്ചാല് അല്ലേ, മൂപ്പത്തേര് വളരെ ഹാപ്പിയാണ്, മക്കളും ഹാപ്പി, നമ്മളും ഹാപ്പി അല്ലേ. ബാക്കിയൊക്കെ അതിന്റെ വേറെ വശമാണ്. അത് അങ്ങനെ അതിന്റെ വഴിക്ക് വിടുക നമ്മള്. അപ്പോ അതിൽ ഇതൊക്കെയാണ് നമ്മളെ ഒരു ഗോൾ. ആ ഒരു ഗോള് തുടങ്ങണമെന്നുണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുഴപ്പമില്ലാത്ത ലെവലിലെത്തി. പിന്നെ പരിപാടി ഇതൊക്കെ ഇനി നല്ല ട്രിപ്പുകളൊക്കെ വരില്ലേ? ഓ ഇൻഷാ അല്ലാഹ് കിട്ടില്ല ട്രിപ്പുകൾ വരും. അപ്പൊ നിങ്ങള് ലക്ഷദ്വീപ് ഏപ്രിൽ 19 മുതൽ 22 വരെ ഉണ്ട്. അത് ഫുള്ളായി. പിന്നെ 22 മുതൽ 25 വരെ അടുത്ത ബാച്ച് ഇട്ടാണ്. അതിലൊരു 5-6 സ്ലോട്ട് കൂടി. അതെ, അപ്പൊ ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ലൈഫ് ടൈം ഒരു വട്ടം കൂടുതൽ നമ്മൾ പറയുന്നില്ല അല്ലേ? ഞാനാണ് എന്തായാലും പോകേണ്ട ഒരു സ്ഥലമാണ്. അപ്പം പറ്റുന്ന ആളുകളൊക്കെ, അതായത് വലിയ റിസ്ക്കും ചിലവൊന്നും ഇല്ലാതെ പോയി വരാൻ പറ്റണ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ പോയി ഇതിപ്പോൾ ഡേറ്റ് ഇട്ടിരിക്കണേ ഏതാ? ഫസ്റ്റത്തെ ഏപ്രിൽ 19 മുതൽ 22. അതെ, അപ്പോൾ നമ്മളെ വെക്കേഷൻ ആണ്, എല്ലാവർക്കും പോവാം അല്ലേ? വെക്കേഷൻ്റെ ടൈമിലാണ് 2 പാക്കേജും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പോവാം. അപ്പോൾ നല്ല നല്ല യാത്രകളൊക്കെ എല്ലാവരും പോവുക, സെറ്റാക്കുക, ഇതാക്കുക. പിന്നെന്താ വെച്ചാൽ എങ്ങനെ വെച്ചുകാണ്ട് എനിക്ക് തന്നെ പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതേപോലെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുവന്നില്ല. അപ്പോൾ നമ്മൾ കസാഖിസ്ഥാനൊക്കെ പോണത്. അപ്പോൾ കസാഖിസ്ഥാനിക്ക് പോയ ഒരാൾ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചു നോക്കാം. കസാഖിസ്ഥാനെ കുറിച്ച് എന്താ പറയാ? കസാഖിസ്ഥാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയ ടൈമിൽ മഞ്ഞുകാലം ഇനി. അപ്പം ഞങ്ങൾക്ക് ട്രിപ്പ് എന്നതിലുപരി ഞങ്ങളെ കൊണ്ടുപോയ ആൾക്കാർ അടിപൊളി ടീം ഇനി. അതായത് ഷബനു,
സൽമാൻ, അവിടുത്തെ ചെക്കന്മാർ, അബി, അവിടുത്തെ നമ്മളെ നോക്കി നമ്മളെ ടേക്ക് കെയർ ചെയ്ത പിള്ളേർ അടിപൊളി കുട്ടികളേനി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഫ്രീ ആയി, നമ്മളെ ഫ്രീ ആക്കി. പിന്നെ ഇവർക്ക് എന്താ വെച്ചാൽ 4 ദിവസത്തിനുള്ളിൽ നമ്മളെ മാക്സിമം സ്ഥലം കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഓലത് ഓല് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി. അതെനിക്ക് തീരെ പറ്റിയില്ല. കാരണം എൻ്റെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ട്രിപ്പ് പോയി എങ്ങനെ വെച്ചാൽ 1 ദിവസം സ്ഥലങ്ങൾ കണ്ട 2 ദിവസം റെസ്റ്റാണ്. ഇപ്പൊ ലക്ഷദ്വീപിൽ ഞാൻ പോയപ്പം ഞങ്ങളൊക്കെ ഇവല് സ്കൂബ ഡൈവ് ചെയ്യണ അത് ചെയ്യണത് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളി. ഇന്റെ റൂമത്തെ കർട്ടന് കറുപ്പ് കർട്ടമാണ്, അത് അടച്ചിട്ട വെളിച്ചം വരരുത് എനിക്ക് ഉറങ്ങാൻ. അപ്പൊ അങ്ങനെ ഞാൻ ഉറങ്ങി തീർത്ത്. ലക്ഷദ്വീപിൽ ഞാൻ ഫുള്ള് കടന്നുറങ്ങി. നമ്മളെ ഫോണിക്ക് കോളും വരുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ വൈകുന്നേരമായ ലക്ഷദ്വീപത്തെ ആൾക്കാരെ വീട്ടിലേക്കൊക്കെ ചായ കുടിക്കാൻ പോയി. ഓലെ മറ്റേ പത്തിരി, പാല്, തേങ്ങ കൊണ്ട് ഉണ്ടാക്കണത്, അതുപോലെ തന്നെ ഓലെ ശർക്കര കൊണ്ട് ഉണ്ടാക്കണ ചായ, ഞാൻ അതൊക്കെ പോയി എക്സ്പീരിയൻസ് ഇങ്ങനെ ചെയ്യും. ഞാൻ സ്ഥലം കാണുന്നതിലുപരി അവിടുത്തെ പൊറാട്ടി, മീൻകറി, രാവിലെ നീച്ചാൽ അവിടുത്തെ പേദൽ കറിയും കൂട്ടിയാണ്ട് മറ്റേ ചൂരെ ഓരോരു സ്ഥിരം മീനുണ്ട് എന്നും കിട്ടണം അവർക്ക്. ആ ഒരു സാധനമൊക്കെ അടിച്ച് ഞാനിങ്ങനൊരു അതാണ് എൻ്റെ ഒരു ട്രിപ്പിൻ്റെ രീതി. ഞാൻ ഒരുപാട് സ്ഥലം കാണാനല്ലേ യാത്ര പോകുന്നത്. ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിലെ തിരക്ക് മാറ്റി നിർത്തി എനിക്ക് എവിടെയെങ്കിലും സമാധാനത്തായി ഉറങ്ങണം. അവിടെയും പോയി തിരക്കാനാണ് ഇതെത്തും നാടും തമ്മിൽ എനിക്ക് വ്യത്യാസം. ട്രിപ്പ് പോയി ഇന്റെ യാത്രകൾ പറഞ്ഞാൽ അങ്ങനത്തെ യാത്രകളാണ്, ഉറങ്ങാൻ വേണ്ടിയുള്ള യാത്രകളാണ്. എനിക്കൊരിക്കലും ഒരു ട്രിപ്പ് പോയി കണ്ട് അങ്ങോട്ട് പോവാ അവിടെ പോവാ അവിടെ പോവാ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് അവിടെ നിന്ന് അത് എനിക്ക് തീരെ കൊണ്ട് വെരി ഡിഫിക്കൽട്ട് ഫോർ. പക്ഷെ നല്ല സ്ഥലം കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ഒരുപാട് GCC ആൾക്കാർക്കൊക്കെ കുറഞ്ഞ ചെലവിൽ കറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ പറ്റണവരൊക്കെ എന്തായാലും ബാസിലിപ്പം ട്രിപ്പിന് പോവാ. സഫാനിക്കില്ല നോമ്പ് കഴിഞ്ഞ് ആ വെക്കേഷൻ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ പിന്നെ ഒരു പെരുന്നാൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യണമല്ലോ ഉണ്ടെങ്കിൽ വരാം. പോസ്റ്ററൊക്കെ ഇപ്പൊ എടുത്ത് വരും. ഡേറ്റ് ഒരു 10-ാം തീയതി ആ ഒരു ലെവലിലേക്ക് 9-10 അങ്ങനെ ഒരു ലെവലിലേക്ക് അത് ഫിക്സ് ആക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ കസാഖിസ്ഥാനിലാണ് പോണത്. കുറെ ആൾക്കാർ എടുക്കാക്കെ ചോദിച്ചിന്. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ എല്ലാവരും മാക്സിമം അതിൽ പങ്കെടുക്കാൻ നോക്കാം. നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. പോകാൻ പ്ലാനിലൊക്കെ പോയത് എങ്ങനെയുണ്ട്? സെറ്റാ? എന്താണ് ബീഫ് സ്റ്റിക്കോ? ബീഫ് ബ്രിസ്ക്കറ്റ്. പട്ടി ഉണ്ടായിനവിടെ? ഹായ് ബ്രോ, താങ്ക് യു. സുഖല്ലേ? കീ ഉണ്ടാ എൻ്റെ അടുത്ത്? നിങ്ങൾ ടർഫ് ഇട്ടാ ചെക്കന്മാരൊക്കെ ഉണ്ടാവുമോ? എല്ലാവരും ഇവിടെ സ്ഥലപ്പെടു തന്നെയാണോ? നിങ്ങളൊക്കെ ഉണ്ട്. എന്നാ കളിക്കേ, ഞങ്ങൾ പോകണ്ട പ്രോഗ്രാം ഉണ്ട് കോട്ടക്കല്. ഹായ് ബ്രോ, സുഖല്ലേ? രസ്ല ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോയപ്പോ ഇങ്ങനെ ചായ കുടിച്ചാൻ വേണ്ടി കയറുക. നിങ്ങളെല്ലാരും ഇവിടെ തന്നെ? ഒന്നുകൂടി കണ്ടോ? സുഖല്ലേ എല്ലാവർക്കും? നിങ്ങളെന്താ നാട്ടിലത്തെ ചെക്കന്മാരെല്ലാരും ഒപ്പം പഠിക്കണോരാ? അത് ഇവിടെടാ എന്താ കോട്ടക്കല്. അവിടെ എന്താ ഹ്യൂസ് ഒരു ജെൻ ഷോപ്പാണ്, അതിന്റെ ഇനാഗ്രേഷൻ. എന്നാ കയറട്ടെ, കാണട്ടോ, ബൈ. ആ ചെക്കൻ വരുന്ന അടുത്തേക്ക്. നമുക്ക് ഒരു ഇത് ചെയ്യാം. പിന്നെ അതെ, പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ പുതിയൊരു സാധനം ഇറങ്ങിക്കണേ. നമ്മൾ സ്ക്രീൻ കാർഡ് എന്നൊക്കെ പറയണ ഫേസ് കാർഡ് ഉണ്ട് ഇപ്പോൾ. അല്ലേ, ഒട്ടിക്കാൻ പറ്റണേ. അപ്പോൾ മുഖം ഇങ്ങനെ ചുളിക്കാൻ പറ്റില്ല ഒട്ടിച്ചാൽ. പിന്നെ ഇങ്ങനെ നമ്മൾ ഉണ്ടല്ലോ, ഇങ്ങനെ കണ്ണടക്കുമ്പോൾ ഒരു ചുളിയലുണ്ടല്ലോ, അതൊന്നും പറ്റൂല. അപ്പം അങ്ങനെ നമുക്ക് ഒട്ടിച്ചുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇപ്പോൾ. ഈച്ചോ മറ്റേ പാട്ടോ പാടോ? അക്കമ്മക്ക
அக்க மக்கா சென்ன குருதி இருந்தாலே கதலுக்கு ரெடி சொல்லி பாசம் மொத்தம் வந்தாலே கதலிச்ச சந்தோஷத்தில் நான் தாயத்தில் பறந்தேன்டா தில்லு பண்ணி இருந்தா மாமன் தாண்டா பந்தாண்ணா അല്ല പിടിച്ചേ നീ എന്നെ വിട്ട് പാപ്പാ അങ്ങനെ പാട്ട് അപ്പം നമ്മൾ ആ പാട്ടൊക്കെ കേട്ടിട്ട് പഠിച്ചിക്കണ്. ട്രെൻഡിങ് പാട്ടുകളൊക്കെ നമ്മൾ പഠിക്കില്ല ചോദിച്ചോ. അപ്പോൾ നമ്മൾ എത്താനായി. ലൊക്കേഷൻ ഇപ്പോൾ എത്തുട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ വ്ളോഗിന് എൻഡിങ് ഇല്ല. സ്ഥലം എത്തിയിട്ട് നമ്മൾ വ്ളോഗ് എടുത്തില്ല, നമ്മൾ അവിടുന്ന് വ്ളോഗ് എടുക്കും. അപ്പോൾ നമ്മൾ പരിപാടിക്ക് പോകാൻ വേണ്ടി ഇവിടെ കൊണ്ടുപോയി അഭിപ്രായം പറയാട്. നിഹാലാണ്. നിഹാലിൽ ഇന്നലെ രാത്രി കുട്ടി തെറ്റായി. നമുക്കങ്ങനെ ആരായാലും പ്രശ്നമില്ല. നമുക്കങ്ങനെ എന്തായാലും സെറ്റാവേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം സെറ്റാണെന്നൊക്കെ അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇന്നലെ പിടിച്ച് സെറ്റാവേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഒരു കൂട്ടം കൂടി എനിക്ക് പെണ്ണിട്ടല് എന്നിട്ട് ഊക്കല് ഇതൊക്കെയാണ് പരിപാടി. അതൊക്കെ താമസ കേട്ടാരും കാര്യാക്കല്. സാനിയോ ഇന്നത്തെ പരിപാടി എവിടെയാണ്? കോട്ടക്കല്. നമ്മള് ഏകദേശം നമ്മളെ ലൊക്കേഷനിൽ എത്താനായി. ഇതൊക്കെയാണ് ഇവരെ മെയിൻ ഹോബികൾ. ഇപ്പോൾ കിൻഡർ ജോയ് വാങ്ങിയാണ്ട് സമ്മാനം ഇങ്ങനെ തപ്പ. ഭയങ്കര നാക്കില് മുട്ടായി ഇറക്കി. ഈ വലിയ വലിയ മുട്ടായികൾ 500-800 കൊടുത്ത പോലെ ബിൽഡ് ചെയ്ത ടൈമിലേ മുട്ടായിന്റെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അത് ഭയങ്കര ബിസിനസ് ട്രിക്കാണ്. കാരണം എല്ലാവരും അതിൽ വീണ് പോവാണ്. കുട്ടികളൊക്കെ പോകും. വലിയൊരു മുക്കുണ്ട്. ഞങ്ങള് പോകുകയാണ് അതില്. ഞങ്ങളിപ്പോ കുടുങ്ങി. അപ്പൊ ഹനാൻസ് അങ്ങനെ ഓരോന്ന് തെരഞ്ഞോണ്ട് കേട്ടോ. ചാനലാരെന്ത് ചോദിച്ചു? ഷോപ്പിനെ കുറിച്ച് പറയാൻ പറഞ്ഞേ. എനിക്കെല്ലാം പറ്റി പറഞ്ഞ ഞാൻ. ഷോപ്പ് നല്ല ഷോപ്പാണ്. അപ്പൊ ഷോപ്പിനെ കുറിച്ചാണ് ചോദിച്ചത് ചാനലാര്. ഓടുക. നിങ്ങളൊക്കെ എല്ലാവരും ഇവിടെ തന്നെ ചത്തുക്കള ചിരിക്കാൻ വയ്യ. പനി ഇനി 2 ദിവസമായിട്ട് നീച്ചിട്ട് അതിൻ്റെതായ ഒരു ക്ഷീണം. എടാ അതാ പറഞ്ഞ 1 മാസം കടന്നു ഫുള്ള് റെസ്റ്റ് ചെയ്തു. ഇനി വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണോ? അൽഹംദുലില്ലാ സുഖം. ഓ ഫോട്ടോ എടുക്കാം. എന്തൊക്കെ വർത്താനം എല്ലാവരും? നിങ്ങളൊക്കെ എത്രയിലാണ് പഠിക്കണ്? ഇജ്ജ് എത്രയില്ല? 5-ല്. ഇയ്യോ 6-ല്. ഇയ്യോ 6-ല്. ഇജ്ജ് എത്രയില്ല? സുഖല്ലേ? പറയ എന്തെങ്കിലും പറയാം. അങ്ങനെ പോകല്ലേ? പോകല്ലടാ അവിടെ എന്തെങ്കിലുമൊക്കെ പറ. ഇടന്നോ പിടിച്ചാ ഓനെ അങ്ങനെ വിടാൻ പറ്റില്ലോടാ. പറയ എന്തെങ്കിലുമൊക്കെ പറ. ഹനാൻസിനെ കുറിച്ച് എനിക്ക് എന്താ പറയല്ലേ? എന്നാ അങ്ങനെ പറയട്ടെ അല്ലേ? മൈക്ക് കൊടുക്കട്ടോ. ഹനാൻസിനെ കുറിച്ച് എനിക്ക് എന്താ പറയല്ലേ? പറ. അങ്ങനെ പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് പറയണോ? ഒരാകെ ഇല്ലാണ്ടായി. സുഖല്ലേ? ഫോട്ടോ എടുക്കണോ? അതോ കുടിക്കോ? എല്ലാരും ഉണ്ടോ? നിങ്ങളെല്ലാരും ഒരു വീട്ടിലല്ല? ഈ എത്രയിലും പോണ പഠിക്കണേ? 5-ല്. കല്യാണല്ലേ? നിക്കായി വരും. എടുത്തോ. ഓക്കെ അല്ലേ? എന്താ പറയണ്ടേ? നിങ്ങൾ പറഞ്ഞോളി. നിങ്ങളെല്ലാരും ഒരുമിച്ച് പഠിക്കണവരാണോ അതോ? ഗായ്സ് നമ്മള് വാസിൽക്കനെ കണ്ടിട്ട് നമ്മൾ 5 മണിക്ക് വന്നതാണ്. ഇവര് ലേറ്റ് ആയി. ആ ഇവിടെ അടുത്തന്നെ. ആ മതി. നിങ്ങളെ കണ്ടതിൽ നമുക്ക് ഒരുപാട് സന്തോഷം.
എവിടെയെങ്കിലും വെച്ച് കാണാം. ഈ സംസാരിക്കുന്നത് നിങ്ങളുടെ ഹനാൻഷിയാണ്. വെൽക്കം ടു കോട്ടയ്ക്കൽ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഹിൽസ് ക്ലോത്തിങ്ങിൻ്റെ ഏറ്റവും പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന് ഇന്ന് കോട്ടക്കലെത്തിയതിൽ അധികം സന്തോഷം. അപ്പോൾ ഹിൽസിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ അരീക്കോട് മുതലുള്ള അവരുടെ ജേർണി കാണുന്നതാണ്. നമ്മൾ അരീക്കോട് പോകുന്ന ടൈമിൽ ജ്യൂസിൻ്റെ തൊട്ട് മുകളിലാണ് ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മുമ്പ് ഡ്രസ്സും കാര്യങ്ങളും പർച്ചേസ് ചെയ്തിരുന്നു. അതുപോലെ പെരിന്തൽമണ്ണ പാസ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നമ്മൾ പെരിന്തൽമണ്ണയും അവരുടെ ഷോപ്പിൽ ഒരുപാട് കയറാറുണ്ട്. കറണ്ട് പോയി. കറണ്ട് പോയി. ട്രെയിൻ കാത്തുക്കൂലോ. അനൻഷ ട്രെയിൻ കാത്തുക്കൂല പോവാ. 9:30 ട്രെയിനാണ്. 7 മണിയായി നിലമ്പൂർ എത്തണം. ആഷിഖാക്ക് തലവേനയൊക്കെ ഉണ്ട്. കുറച്ച് പുറത്തുനിന്നുള്ള കാറ്റ് വേണമെന്നാണ്. അതിൽ 4 ഡോറും ഈ സൺറൂഫാണ് തുറന്നിട്ടത്. ആഷിഖാക്ക് ഇപ്പൊ പുറത്തുനിന്നുള്ള കാറ്റ് വേണ്ടില്ലേ എന്നുള്ളൊരു രീതിക്ക് ആക്കി കൊടുത്തു. ഇവിടെ നീച്ചിന്റെ ആഷിക പറക്കണ കാറ്റ് കിട്ടും. നോക്കണ്ടേ വൈബിന് വേണ്ടി കയറില്ലാണ്. വൈബൊന്നും കിട്ടണില്ല. ആകെ ആടുകയാണ്. ഓ മൂട് താടിയൊക്കെ പതിഞ്ഞിക്കണ്. തൊലിയൊക്കെ ചുളിയുണ്ട്. അപ്പോൾ ഗായ്സ് ചെക്കന്മാർ പോവാണ്. വാട്ടർ ബോട്ടിൽ ഇങ്ങനെ വാങ്ങി കുടിക്കുന്ന ഒരു പരിപാടി. അതിൽ ഞാൻ ഇപ്രാവശ്യം കണ്ടറിഞ്ഞിട്ട് വെള്ളം നിറച്ചാണ്ട് കയ്യിൽ കൊടുത്തു. 20 റുപ്യ കൊടുക്കണ്ടായിരുന്നു ലാഭം. ചെറിയ എക്സ്പെൻസസ് ഒക്കെ കുറക്കണം എന്നാണ് ഞാൻ ഒരു ബിസിനസ്മാന്റെ ട്രിക്കുകൾ ഇപ്പോഴത്തെ ബുക്ക് വായിച്ചു. ബുക്ക് വായിച്ചു ബിസിനസ് ബുക്ക്. അതിൽ ചെറിയ എക്സ്പെൻസ് ഒക്കെ കുറക്കണം. എന്നിട്ട് ഇതൊക്കെ കുറച്ചാണ്ട് ജ്യൂസ് 250 മൊജിറ്റോ കുഞ്ഞാടെ പോയി ആദ്യം കുടിച്ചാ. ആദ്യം മൊജിറ്റോ കോക്ടെയിൽ പറഞ്ഞ വിഭാഗത്തിൽ ഒരു 10-2000 റുപ്യ അങ്ങനെ പോകും. വെള്ളക്കുപ്പിയൊക്കെ ലാഭമാവും. 20 റുപ്യൻ്റെ 40 റുപ്യൻ്റെ വെള്ളക്കുപ്പികളൊക്കെ വണ്ടിയിൽ വെക്കും. എന്നിട്ട് പിന്നെ പോയിങ്ങാണ്ട് 3000-4000 ബില്ല്. ഹെഡ് റെസ്റ്റ് എടുക്കുക, എല്ലാം എടുക്കുക. ആശയൊക്കെ ഇപ്പോൾ സെറ്റായോ? തലവേനൊക്കെ മാറി ആശയൊക്കെ സെറ്റ്. ആശയൊക്കെ കുറച്ച് കാറ്റിൻ്റെ അമ്മയുണ്ടായിനി. നമ്മൾ നേരത്തെ തീർത്തു കൊടുത്തിക്കണ്. ഇത് നമ്മളെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനാട്ടോ. ഓഫ് റെയിൽവേ സ്റ്റേഷനിൽ കടന്നുറങ്ങും. അത്ര സെറ്റപ്പാണ്. ദുരിതങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചു വരുന്നുള്ളൂ. ഈ റോഡിന്റെ പേരെന്താ പറയുക ഇപ്പം? ദുരന്തപാത. അതെന്താ വെച്ചാൽ ആദ്യം ഉണ്ടാക്കിയപ്പം കമ്പി നിരത്തിയപ്പം ആദ്യം അതിൻ്റെ ലെഫ്റ്റ് സൈഡ് പൊളിഞ്ഞു. പിന്നെ ഉണ്ടാക്കിയപ്പോൾ റൈറ്റ് സൈഡ് പൊളിഞ്ഞു. പിന്നെ കുറേ ആൾക്കാർ സമരം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോഡ് പൂട്ടി ആ റോഡ് പൂട്ടി അവിടെ പൂട്ടി ഇവിടെ പൂട്ടി ബസ് പോയി അവിടെ പൊളിഞ്ഞാടി വീണ് എല്ലാം കഴിഞ്ഞപ്പോൾ എന്താ എല്ലാം ഇങ്ങനെ സെറ്റായി വന്നാണ്ട് കമ്പിട്ടപ്പം ഏതോ കള്ളുടിയന്മാർ കൊണ്ടുപോയി കാറായിട്ടാണ് പോയി കമ്പി. എന്നിട്ട് കമ്പിൻ്റെ അലൈൻമെൻറ്റ് ഫുള്ള് തെറ്റിച്ചു. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ റൈറ്റ് ഭാഗം പൊളിഞ്ഞു. അപ്പോൾ ഈ ദുരന്തങ്ങൾ തീരാത്തോണ്ട് എന്ത് ചെയ്തു? നമ്മളെ റോഡിന് പേരായി തുരങ്കപാത എന്നുള്ള പോലെ നമ്മൾ ഇതിൻ്റെ പേര് ദുരന്തപാത എന്നാണ്. ദുരന്ത എക്സ്പ്രസും കൂടി പാസ്സാക്കി തന്ന ദുരന്തോ എക്സ്പ്രസും കൂടി പാസ്സാക്കി കണ്ണൂരൊക്കെ പോകാൻ പറ്റുന്ന ഒരു വണ്ടി ഉണ്ടാക്കി തന്നാൽ നമ്മൾ ഹാപ്പിയായി. നമ്മൾ പോട്ടെ, അല്ലെങ്കിൽ ആകെ ദുരന്തം. അതെ ആരും കണ്ണൊക്കെ ഇല്ല. അപ്പോൾ ചെക്കന്മാർ തിരുവനന്തപുരത്ത് നാളെ പരിപാടി ഉണ്ട്. തിരുവനന്തപുരത്തിലുള്ള എല്ലാവരും ചെല്ലുക, പരിപാടിയിൽ പങ്കെടുക്കുക, വിജയിപ്പിക്കുക. എല്ലാവർക്കും പറ്റൂല. കോളേജിന്റെ ഇൻഡോർ പരിപാടിയാണ്. സോറി ഗൈസ്, ഇതൊരു കോളേജ് ഇൻഡോർ പരിപാടിയാണ്. അപ്പോൾ കോളേജിൽ എല്ലാവരും നാളെ കോളേജിൽ വരിക.
കോളേജ് ലീവാക്കാതെ കോളേജിൽ ചെല്ലുക, പങ്കെടുക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരെല്ലാവരും ഞങ്ങളിപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഒരെല്ലാവരും ട്രിവാൻഡ്രം പോയി. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ ഒരേ ഈ ഒരു യാത്രകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ലെവലിൽ എത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിനൊക്കെ ശേഷമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ലെവലിലൊക്കെ ഇപ്പോൾ ഇവരൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇന്നിപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് കോട്ടക്കൽ ഞാൻ എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ബാക്കിൽ പോയി നിൽക്കും. ആൾക്കാരൊക്കെ ഇടയിൽ ബാക്കിൽ പോയി നിൽക്കും, കുറച്ച് നേരമൊക്കെ ഞാൻ പോയി നിൽക്കും. അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾ ഇവരെ കുറിച്ച് ഇങ്ങനെ പറയണ കേൾക്കുമ്പോഴും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ലതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ ആരായിക്കോട്ടെ ഇവരെല്ലാവരും നല്ലൊരു ലെവലിലെത്തി, അതേപോലെ ഓരെല്ലാവരും ആളുകൾ നല്ലതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഈ ഒരു സപ്പോർട്ടിന് നിങ്ങൾ എല്ലാ കാലത്തും ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ ചെയ്യണം. കാരണം ഇത്രയും തിരക്കിൻ്റെ അടിയിലൊക്കെയാണ് പിന്നെ എന്ത് ചെയ്യണത്, ഈ പ്രോഗ്രാം ഇപ്പം എനിക്ക് തോന്നുന്നു നവംബർ മുതലും വെറുതെ നിന്നിട്ടില്ല. അപ്പോൾ തോട്ടൊക്കെ പിന്നെയും ഇഷ്യൂ ആയി തുടങ്ങിയിരിക്കണേ. ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ രാത്രി ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അപ്പോൾ ഇതിന് വേദനയൊക്കെ വന്ന് ഡ്രിപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ 2 പ്രോഗ്രാം ഇന്നിപ്പോൾ തിരുവനന്തപുരം പോയി, ഇത് കഴിഞ്ഞ് വന്ന ഉടനെ. അപ്പോൾ എന്താ വെച്ചാൽ നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ അടിയിലാണ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണത്, വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കേണ്ടത് എന്താ വ്ളോഗ് വരാത്ത, അപ്പോൾ എൻ്റെ അവസ്ഥ അതാണ്, അതുകൊണ്ടാണ് വ്ളോഗ് വരാത്തത്. പക്ഷേ ഇനിയിപ്പോൾ നോമ്പിൻ്റെ കുറച്ച് മുമ്പൊക്കെ ആയിട്ട് ഒന്ന് ഫ്രീ ആവും. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് വ്ളോഗുകൾ വരും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാവരും നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യണം, അതേപോലെ തന്നെ കാലാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാം സപ്പോർട്ട് ചെയ്യണം. അതേപോലെ കമൻറ്റ് ബോക്സിലും കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും മാറ്റം വരാണ്ടെങ്കിലും പിന്നെ ഇനി നല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഒരെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വരുന്ന പോലെ തന്നെ വരും. അപ്പോൾ നിങ്ങൾ ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഹനാനൊക്കെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങൾ ഈ ഓഡിയൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഓൻ്റെ അടുത്ത് ചെല്ലുന്നതും ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷമാണ്. കാരണം നമ്മളിങ്ങനെ അല്ലേ ആദ്യം മുതലേ കണ്ട് എന്താ പറയുക ഒരു ഇതാണ്. അപ്പം ഇത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു സപ്പോർട്ട് കാലാകാലങ്ങൾ ഓന് കൊടുക്കണം. ഞങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ മേലെ നിങ്ങളെല്ലാവരും കൊടുക്കണം സപ്പോർട്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിന് നമുക്ക് റേറ്റ് ഇടാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നിങ്ങളെല്ലാ കാലത്തും അവന് കൊടുക്കണം. പിന്നെ ഞങ്ങൾ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇപ്പം ഓരോ കാര്യങ്ങളായിട്ട് ശരിയായി ഉഷാറായി ഇങ്ങനെ പോണതും കാര്യങ്ങളും ഇതൊക്കെ. ഇപ്പോൾ നമ്മളെ കൂട്ടുകാരന്മാരെല്ലാവരും ആരായിക്കോട്ടെ കേട്ടോ, നമ്മളെ എല്ലാവരും അവനവൻ്റെ ഫീൽഡിൽ നല്ലോണം കഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഓരെല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളാ ഒരു സർക്കിൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിലുള്ള എല്ലാവരും അവനവൻ്റെ മേഖലയിൽ മാക്സിമം കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സപ്പോർട്ട് എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. അപ്പോൾ കൂട്ടുകാരന്മാരെ സപ്പോർട്ട് ചെയ്യണ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ കാലാകാലം അവർക്ക് എല്ലാവർക്കും കൊടുക്കണം. അപ്പം നമ്മൾ ഈ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എന്നും ഇതിങ്ങനെ കണ്ട് നമ്മൾ മരിച്ചോളത് കാണാൻ പറ്റണം, ആ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അസുഖമൊക്കെ മാറി ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ പ്രോഗ്രാമിന് വേണം. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ ഉച്ച മുതലേ ഫുള്ള് വലപ്പേന്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അതൊക്കെ ഭയങ്കര ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്ത് ഒരുപാട് ചിരിച്ചിരിക്കണമെന്ന്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നമ്മളെ കുട്ടികൾക്ക് നിങ്ങൾ എന്നും കൊടുക്കുക. ഓക്കെ എല്ലാവർക്കും ഓക്കെ. അപ്പോൾ പുതിയ വ്ളോഗായിട്ട് വീണ്ടും വരണ്ട്. ബൈ.